നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരി ഇന്ന് വിട നൽകും. സംസ്കാരം ഇന്ന് വൈകിട്ട് കോഴിക്കോട്. രാജ്യത്ത് GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു. ആവശ്യ വസ്തുക്കൾക്ക് വില കുറയും. പ്രതീക്ഷയിൽ വിപണി. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രങ്ങളിൽ ബൊമ്മക്കൊലു ഒരുങ്ങി. ഇത്തവണ ആഘോഷങ്ങൾ 11 ദിവസം. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നത് ഹൈക്കോടതി നിരീക്ഷിച്ചതായാണ് സൂചന. ഇടക്കാല ഉത്തരവ് ഇന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരി ഇന്ന് വിട നൽകും. മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ പുരോഗമിക്കുന്നു. ഇന്നലെ വൈകിട്ട് തൃശൂർ ലൂർദ് കത്തീഡ്രൽ ആരംഭിച്ച പൊതുദർശനം ഇന്ന് രാവിലെ 9:30 വരെ നീണ്ടു. തുടർന്ന് സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷയുടെ 2ാം ഘട്ടം നടന്നു. തുടർന്ന് സംസ്കാര ശുശ്രൂഷയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി നടക്കുന്ന ദിവ്യബലിക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ജേക്കബ് തൂങ്കുഴിക്ക് ബൈബിളിന്റെ ആദ്യ ചുംബനം അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നൽകി. മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം അനുസ്മരണ സന്ദേശം നൽകി. മാർ ടോണി നീലങ്കാവിൽ പിതാവ് ചുംബിക്കുകയാണ് ഇപ്പോൾ. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാരം ഇന്ന് കോഴിക്കോട് നടക്കും. ശ്രേഷ്ഠ ഇടയന് യാത്ര നൽകി തൃശൂർ നഗരം. ഇന്ന് ഉച്ചയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും. ക്രിസ്തുദാസി സന്യാസ സഭയുടെ കോഴിക്കോടുള്ള ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ടാണ് സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ലിബീഷ്, പിതാവിന്റെ മൃതസംസ്കാരത്തിന്റെ 2ാം ഘട്ട ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് സാംസ്കാരിക നഗരി വിട നൽകാൻ ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ എല്ലാ ശുശ്രൂഷകളും പൂർത്തിയാകും. തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷം ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ കബറടക്ക ശുശ്രൂഷയുടെ അവസാന ഘട്ടമാണ് ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്നത്. പുഷ്പമുടി അണിയിക്കുകയും അതോടൊപ്പം തന്നെയുള്ള ശുശ്രൂഷകളുമാണ് നടക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഈ അവസാന ഘട്ട ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മുതലാണ് ലൂർദ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾ ആരംഭിച്ചത്. ആദ്യഘട്ട ശുശ്രൂഷകൾക്ക് ഇന്നത്തെ ആദ്യഘട്ട ശുശ്രൂഷകൾക്ക് മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയാണ് കാർമ്മികത്വം വഹിച്ചത്. 10 മണിക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മാർ ജേക്കബ് തൂങ്കുഴിയെ അനുസ്മരിച്ച് സന്ദേശം നൽകി. തുടർന്നാണ് മറ്റ് ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം മാനന്തവാടി രൂപത മെത്രാൻ മാർ ജോസഫ് പൊരുന്നേടം മാർ ജേക്കബ് തൂങ്കുഴിയെ അനുസ്മരിച്ച് സന്ദേശം നൽകുകയുണ്ടായി. ഇപ്പോൾ അവസാനഘട്ട ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 6 മണിയോടുകൂടി അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി മാർ ജേക്കബ് തൂങ്കുഴി സ്ഥാപിച്ച ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനമായ കോട്ടുളിയിലെ ഹോം ഓഫ് ലവ് ജനറലൈറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ സമാപന ശുശ്രൂഷകൾക്ക് ശേഷം കബറടക്കം നടക്കും. പ്രിയങ്ക. രണ്ടാമന് 2, മൂന്നാമന് 1 നൽകിയ ശേഷം അയാളെ യാത്ര പുറപ്പെട്ടു. 5 നാണയം കിട്ടിയവൻ. ശരി ലിബീഷ്. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാരം ഇന്ന് കോഴിക്കോട് നടക്കും. ശ്രേഷ്ഠ ഇടയന് യാത്ര നൽകി തൃശൂർ നഗരം. ഇന്ന് ഉച്ചയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും. ക്രിസ്തുദാസി സന്യാസിയുടെ കോഴിക്കോട് കോട്ടുളിയിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് ഉണ്ടായിരിക്കുക. വിവരങ്ങൾ നൽകിയത് ലിബീഷാണ്.
മറ്റു വാർത്തയിലേക്ക്. രാജ്യത്ത് GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു. ഇന്നു മുതൽ 2 സ്ലാബുകൾ ആവശ്യ വസ്തുക്കൾക്ക് വില കുറയും. 4 സ്ലാബുകളാണ് ഉള്ളത്. 2 കുറയുമ്പോൾ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പാൽ, പനീർ, തേയില, കാപ്പിപ്പൊടി മുതൽ കാറുകൾക്ക് വരെ വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 5%, 12%, 18%, 28% എന്നീ 4 GST സ്ലാബുകൾ ഇന്നു മുതൽ പഴങ്കഥയാവുകയാണ്. ഇനി മുതൽ 5%, 18% മാത്രമാണ് GST സ്ലാബുകൾ. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് വലിയ വിലക്കുറവുണ്ടാവുക. കുഞ്ഞു വാഹനങ്ങളുടെ GST 18% കുറയുകയാണ്. സിമന്റിന്റെ GST 28% നിന്ന് 18% കുറച്ചത് കെട്ടിട നിർമ്മാണ മേഖലയ്ക്ക് ആശ്വാസമാകും. ജീവൻ രക്ഷാ മരുന്നുകൾക്കും ആരോഗ്യ ഇൻഷുറൻസിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ചെലവ് കുറയും. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ GST പ്രകാരം വില വർദ്ധിക്കുക. 40% സീൻ ടാക്സ് ആണ് ലഹരി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇത്തവണ 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ. സാധാരണ 9 രാത്രികളും 10 പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുക. ഇത്തവണ 10 രാത്രികളും 11 പകലുകളുമാണ്. ഈ മാസം 29-നാണ് പൂജവെപ്പ്. ക്ഷേത്രങ്ങളിലും വീടുകളിലും ബൊമ്മക്കൊലു ഒരുക്കങ്ങൾ പൂർത്തിയായി. ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി. ഒക്ടോബർ 2-ആണ് വിജയദശമി. തൃശൂർ പഴയ നടക്കാവ് പാണ്ടി സമൂഹ മഠത്തിലെ നവരാത്രി ബൊമ്മക്കൊലു ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പത്നി രാധിക സുരേഷ് ഗോപി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. ലക്ഷ്മി സന്തോഷ്, ഉമാ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനെത്തിയ രാധിക സുരേഷ് ഗോപിയെ പുഷ്പദേവനാരായണൻ, പ്രേമ ശിവരാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഇനി വരുന്ന 9 ദിനങ്ങളിലും ഭക്തജനങ്ങൾക്ക് സമൂഹ ബൊമ്മക്കൊലു കാണുന്നതിനും പ്രസാദം സ്വീകരിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ദുർഗാഷ്ടമി ദിനമായ സെപ്റ്റംബർ 30-ന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി ആവശ്യപ്പെട്ടു. 29-ന് അഷ്ടമി കൊണ്ട് പൂജവെപ്പ്, 30-ന് വൈകുന്നേരം അഷ്ടമിതി ഇല്ലാതിരുന്നതിനാൽ തലേ ദിവസം 29-ന് സദ്യയ്ക്ക് വിധിപ്രകാരം പൂജ വെക്കേണ്ടതെന്ന് സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധരൻ പണിക്കർ, കാക്കശ്ശേരി രവീന്ദ്രൻ പണിക്കർ എന്നിവർ പറഞ്ഞു. ഒക്ടോബർ 2-നാണ് വിജയദശമി. പൂജയെടുപ്പ് യോഗത്തിൽ ജ്യോതിഷ സഭ ചെയർമാൻ വിജീഷ് പണിക്കർ, അനിൽ പണിക്കർ, പ്രമോദ് പണിക്കർ, കൊയിലാണ്ടി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന് പുതിയ റെക്കോർഡിലെത്തി. ഗ്രാമിന് 40 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. പവന് 340 രൂപയുടെ വർധനവ്. ഗ്രാമിന് 10,320 രൂപയാണ് സ്വർണ്ണവില ഉയർന്നത്. 82,560 രൂപയാണ് ഒരു പവന്റെ വില. മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദൻ നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമൻസ് അയച്ചത്. ഒക്ടോബർ 27-നാണ് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. സ്റ്റാൻഡിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സിലേക്കാണ് മരം വീണത്. ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ശേഷം നിർത്തിയിട്ട ബസ്സുകളിലായിരുന്നു ഇവ. ഈ സമയത്ത് യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതിരുന്നത് അപകടം ഒഴിവായി. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ച് നീക്കിയത്. ഏനമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിൽ പൂട്ടുകൾ തകർത്ത് മോഷണം. ക്ഷേത്രത്തിന്റെ വടക്കേ നടയുടെ വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാക്കൾ ലോക്കർ പൊളിച്ചിട്ടിട്ടുണ്ട്. ലോക്കറിൽ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല. ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്ന് 4,000 രൂപയും ക്ഷേത്രം ഓഫീസിലെ മേശയിൽ നിന്ന് 3,000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ പൂജാകർമ്മങ്ങൾക്കായി എത്തിയ ക്ഷേത്ര മേൽശാന്തിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ക്ഷേത്രം അധികാരികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും പരിശോധനകൾ നടത്തി. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുഴയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മധ്യപ്രദേശ് ഉമരയ്യ ജില്ലയിലെ കജ്ര സ്വദേശി 22 വയസ്സുള്ള തേജ്പാൽ സിംഗിന്റെ മൃതദേഹം അപകടം നടന്ന അഴീക്കോട് ജെട്ടി പരിസരത്തു നിന്നുമാണ് കണ്ടെത്തിയത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലിറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടെയാണ് ഇയാളെ കാണാതായത്. തീരദേശ പോലീസും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും
തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് അഴീക്കോട് തീരദേശ പോലീസ് ബോട്ടെത്തി മൃതദേഹം കരയിലെത്തിച്ചു. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാടുമൂടുന്നു. കനാലിനുള്ളിൽ വയൽച്ചുള്ളി ഇനത്തിലുള്ള മുൾച്ചെടികളും മറ്റത്തൂർ കനാലിനെ ശോച്യാവസ്ഥയിലാക്കിയത്. കനാലിൽ നീരൊഴുക്കിന് തടസ്സം വരുന്ന വിധത്തിൽ വളർന്നു നിന്ന പാഴ്ചെടികളും ചണ്ടിയും കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു. എന്നാൽ മഴക്കാലമായതോടെ കനാൽ വീണ്ടും കാടുമൂടിയ നിലയിലായി. ഇരുവശത്തുമുള്ള കനാൽ ബണ്ട് റോഡുകളിലും പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇഴജന്തുക്കളും തെരുവുനായ്ക്കളും വിഹരിക്കുന്നതിനാൽ ബണ്ട് റോഡിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കനാലിൽ പലയിടത്തും മാലിന്യം നിറഞ്ഞു കിടക്കുന്നതും ജനങ്ങൾക്ക് ദുരിതമായിട്ടുണ്ട്. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലുതുകര മെയിൻ കനാലിൻ്റെ ശാഖയായ മറ്റത്തൂർ കനാലിന് 18 കിലോമീറ്റർ നീളമാണുള്ളത്. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി ചോങ്കുളത്തിൽ അവസാനിക്കുന്ന കനാലിലും കനാൽ ബണ്ടുകളിലും പാഴ്ചെടികൾ വളർന്നു നിൽക്കുകയാണ്. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് ഇത്തവണയും കനാലും കനാൽ ബണ്ടുകളും വൃത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. GST പരിഷ്കരണം വേണ്ടത്ര പഠനമില്ലാതെയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടം ഉണ്ടാകും. സംസ്ഥാനത്ത് ലോട്ടറി വില കൂട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരള പ്രവാസി സംഘം കയ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി. പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ അധ്യക്ഷനായി. പ്രവാസി സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി CK ശ്രീരാജ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു, പ്രവാസി കാര്യ ബാങ്ക് പ്രസിഡന്റ് ഗിരീഷ്, NK സുരേഷ്, KG കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. 7ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് കേരള പ്രവാസി സംഘത്തിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത പീതാംബരൻ ആരംഭത്തിന്റെ മ്യൂസിക് ആൽബം പ്രകാശനം കുന്നംകുളത്ത് നടന്നു. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, കുന്നംകുളം മുനിസിപ്പൽ കൗൺസിലർ ലബീബ് ഹസൻ എന്നിവർ ചേർന്ന് റിലീസ് ചെയ്തു. ജസ്റ്റിൻ ജോർജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഗാനം ആലപിച്ചത് സനോജ് പെരുവല്ലൂരാണ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജേഷ് അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ് K വിജയൻ, മേനോൻ, PB മേനോൻ, പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിലെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത ഭക്ഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. കാക്കനാട് ഗവൺമെന്റ് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലെ റിസർച്ച് ഓഫീസർ V ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. വായനശാല കമ്മിറ്റി അംഗം V കുമാരി അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ്, അജിത സുരേഷ് എന്നിവർ സംസാരിച്ചു. അതുകൊണ്ടാണ് ഇതിങ്ങനെ. ഇനി ഞാനൊരു എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ബേക്കറി ഓണേഴ്സ് അസോസിയേഷൻ
GVHSS തിരുവില്ലാമല SSLC 1995-96 ബാച്ച് ചങ്ങാതിക്കൂട്ടം 2ാം വർഷവും ഒത്തുകൂടി. തുടർന്ന് കലാകായിക മത്സരങ്ങൾ നടന്നു. അനീഷ്, രാജേഷ്, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ വള്ളം കളിയും കയാക്കിംഗ് എന്നിവ ഒരുക്കി നിള ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ. ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി നിളയോണം എന്ന പരിപാടി സംഘടിപ്പിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ബോട്ട് ക്ലബ്ബ് ചെയർമാൻ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, PK ഗോപാലൻ, KN ജിതേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഹരിഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വള്ളംകളി, കൈകൊട്ടിക്കളി, സംഗീത വിരുന്ന് എന്നിവ നടത്തി. കേരള ബ്രാഹ്മണ സഭ തിരുവില്ലാമല ഉപസഭയുടെ നേതൃത്വത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ള സമൂഹ ഭജന മഠത്തിൽ ബൊമ്മക്കൊലു ഒരുക്കി. കേരള ബ്രാഹ്മണ സഭ തിരുവില്ലാമല ഉപസഭ പ്രസിഡന്റ് L രാമകൃഷ്ണൻ സംസാരിച്ചു. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാതെ നടത്തുന്ന ഗാലറിയുടെ നിർമ്മാണ പ്രവർത്തനം ആക്ഷൻ കമ്മിറ്റി തടഞ്ഞു. ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ളതെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. സ്കൂൾ ഗ്രൗണ്ടിന്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കയ്യേറി മതിൽ കെട്ടിയതായും പരാതിയുണ്ട്. സർവേയിൽ കയ്യേറ്റം കണ്ടെത്തി. എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റ ഭൂമി വിട്ടുനൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമെന്നും ആരോപണമുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കൂ എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോൺട്രാക്ടറെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ PL തോബിയാസ്, വൈസ് ചെയർമാൻ PP യേശുദാസ്, ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്ട്, ജോയിന്റ് കൺവീനർ സന്താൾ അത്താണിക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പൊതുമുതൽ കയ്യേറ്റത്തിനെതിരെ നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കയ്പമംഗലത്ത് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വല നശിച്ചു. കയ്പമംഗലം സ്വദേശി കോഴിപ്പറമ്പിൽ അജോയുടെ വള്ളത്തിലെ വലയാണ് നശിച്ചത്. കടലിൽ കിടന്നിരുന്ന കണ്ടെയ്നറിലോ മറ്റോ കുടുങ്ങിയാണ് വല നശിച്ചത്. വല തിരിച്ചെടുക്കാൻ കഴിയാതായതോടെ മറ്റ് 2 വള്ളക്കാരെ വിളിച്ചു വരുത്തി വല പകുതിയോളം മുറിച്ചെടുത്തു. പകുതി വല കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 50ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. കണ്ടാണശ്ശേരി ശങ്കരംകുളത്ത് വൈദ്യുതി തൂണിലൂടെ കയറിയ മലമ്പാമ്പ് ഷോക്കേറ്റ് ചത്തു. വൈദ്യുതി ലൈനിൽ സ്പർശിച്ച പാമ്പിന് ഷോക്കേൽക്കുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെയും KSEBയെയും വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി വൈദ്യുതി ലൈനിൽ നിന്ന് പാമ്പിനെ രക്ഷപ്പെടുത്തി. ഷോക്കേറ്റ് ശരീരം പൊള്ളിയിരിക്കുന്നുവെങ്കിലും ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം മൃഗാശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചത്തു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ തമ്പുരാൻപടിയിൽ വൈദ്യുതി തൂണിലൂടെ കയറിയ മലമ്പാമ്പിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തിയിരുന്നു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് സപ്തതി ആശംസകളുമായി ഗീതം സംഗീതം കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചക്കരമാവിൻ മുറ്റത്ത് എന്ന പേരിൽ ഷിബു ചക്രവർത്തി ഔസേപ്പച്ചൻ ഗാനസന്ധ്യ സംഘടിപ്പിച്ചു. സംഗീതരംഗത്ത് 50 വർഷം പൂർത്തിയാക്കുകയും 70ാം പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഔസേപ്പച്ചനും ഗാനരചയിതാവായി 40 വർഷം പൂർത്തിയാക്കിയ ഷിബു ചക്രവർത്തിക്കും ആദരമർപ്പിച്ച് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറിയ ഗാനസന്ധ്യ വയലാർ ശരത് ചന്ദ്രവർമ്മ, റഫീഖ് അഹമ്മദ്, ഡോക്ടർ മധു വാസുദേവൻ, BK ഹരിനാരായണൻ, ഹരി ഏറ്റുമാനൂർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഔസേപ്പച്ചനെയും ഷിബു ചക്രവർത്തിയെയും ആദരിച്ചു. ഗാനഗന്ധർവൻ യേശുദാസ് ഔസേപ്പച്ചന് 70ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സന്ദേശം അയച്ചു. ഗീതം സംഗീതം പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി ജയരാജ് വാര്യർ, സെക്രട്ടറി സുകുമാരൻ, ചിത്രസൗധം മധു തുടങ്ങിയവർ സംസാരിച്ചു.
എല്ലാ സംഘടനകൾക്കും സ്വന്തമായി സൗകര്യങ്ങളുണ്ടെന്നും എന്നാൽ എല്ലാവർക്കുമായുള്ള പൊതു ഇടങ്ങൾ കേരളത്തിൽ കുറഞ്ഞു വരുന്നതുമായും മന്ത്രി പി രാജീവ് പറഞ്ഞു. അന്നമനട പഞ്ചായത്തിലെ പൊറക്കുളം നായനാർ പാർക്കിന്റെ ലൈറ്റിന്റെയും ടേക്ക് എ ബ്രേക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സാംസ്കാരിക സമ്മേളനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. ചേലക്കരയിലെ തനത് കായിക വിനോദമായ തലപ്പന്ത് കളിക്ക് ആവേശകരമായ സമാപനം. ആതിഥേയരായ 10 കുടി ടീം ഫൈനലിൽ NC യുണൈറ്റഡ് നാട്യൻചിറയെ തോൽപ്പിച്ച് ജേതാക്കളായി. ഓണാഘോഷങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങിയ കായിക മാമാങ്കം കാണുവാനും പങ്കുചേരുവാനും നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസം കളിക്കളത്തിലേക്ക് എത്തിയിരുന്നത്. 10 കുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചേലക്കര മുക്കാരിക്കുന്ന് മൈതാനത്താണ് തലപ്പന്തുകളി നടന്നിരുന്നത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പാലിയക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുടിക്ക് സാംസ്കാരിക നഗരി ഇന്ന് വിട നൽകും. സംസ്കാരം ഇന്ന് വൈകിട്ട് കോഴിക്കോട്. രാജ്യത്ത് GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു. ആവശ്യ വസ്തുക്കൾക്ക് വില കുറയും, പ്രതീക്ഷയിൽ വിപണി. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രങ്ങളിൽ ബൊമ്മക്കൊലു ഒരുങ്ങി. ഇത്തവണ ആഘോഷങ്ങൾ 11 ദിവസം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.